ജൂൺ 3 പ്രവേശനോത്സവം. വളരെ മനോഹരമായി അലങ്കരിച്ചിരുന്ന സ്കൂൾ അങ്കണത്തിൽ ഉത്സവ പ്രതീതിയോടെ ആഘോഷിക്കുകയുണ്ടായി. PTA പ്രസിഡന്റ് ശ്രീ ഖമറുദ്ദീൻ VA അധ്യക്ഷത വഹിച്ച പ്രസ്തുത യോഗം ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ചു. ഹെഡ് മിസ്ട്രസ് റെവറൻഡ് സിസ്റ്റർ അൻസ എല്ലാവർക്കും സ്വാഗതമേകി. വാർഡ് മെമ്പർ ശ്രീ ധനീഷ് ND ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സ്കൂൾ മാനേജർ റെവറൻഡ് സിസ്റ്റർ റോസ്ലി പോൾ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ റെവറൻഡ് സിസ്റ്റർ തേജസ് തുടങ്ങിയവരുടെ മഹനീയ സാന്നിധ്യം വേദിയെ കൂടുതൽ മനോഹരമാക്കി. അധ്യാപകരും വിശിഷ്ട വ്യക്തികളും മറ്റു കുട്ടികളും ചേർന്ന് നവാഗതരെ ബാൻഡ് വാദ്യങ്ങളോടെ സ്വീകരിച്ചു. പ്രവേശനോത്സവ ഗാനത്താൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ 1ാം ക്ലാസ്സിലെ ധ്രുവ് കെ ധനീഷ്, നിയ TM എന്നീ കുട്ടികൾ തിരിതെളിച്ച് വിദ്യാരംഭത്തിന് തുടക്കം കുറിച്ചു. സ്കൂൾ ബാഗും പഠന കിറ്റും വർണ്ണത്തൊപ്പിയുമെല്ലാം നവാഗതർക്ക് സമ്മാനമായി നൽകി. സ്കൂളിലെ ഓരോ അധ്യയന ദിവസവും ഹെഡ് മിസ്ട്രസ് റെവറൻഡ് സിസ്റ്റർ അൻസയുടെ നേതൃത്വത്തിൽ സ്റ്റാഫ് പ്രയറോടുകൂടി ആരംഭിക്കുന്നു. ഓരോ ക്ലാസിന്റെയും ഡിസിപ്ലിൻ നിലനിർത്തുന്നതിനു വേണ്ടി ഗ്രേഡിംഗ് സംവിധാനം നടപ്പിലാക്കുന്നു. സ്കൂൾ സമയത്തുള്ള അച്ചടക്കം, വൃത്തി, കൃത്യത, പഠനം എന്നിവ കണക്കിലെടുത്താണ് ഗ്രേഡ് നൽകുന്നത്. കുട്ടികളിൽ അച്ചടക്കം വളർത്തുവാൻ ഈ സംവിധാനം ഏറെ സഹായകമാകുന്നു. ഓരോ മാസവും കൂടുതൽ A ഗ്രേഡ് ലഭിക്കുന്ന ക്ലാസിന് ട്രോഫി നൽകി വരുന്നു. മോർണിംഗ് അസംബ്ലി ഓരോ ആഴ്ചയിലും ഓരോ ക്ലാസ് അടിസ്ഥാനത്തിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം എന്നീ ഭാഷകളിലായി നടത്തിവരുന്നു. കുട്ടികളുടെ അറിവിന്റെ മണ്ഡലങ്ങളെ വികസിപ്പിക്കുന്നതിനും സമകാലീന സംഭവങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ക്വിസ് ചോദ്യങ്ങൾ എല്ലാ ദിവസവും കുട്ടികൾക്ക് നൽകി വരുന്നു. ജന്മദിനം ആഘോഷിക്കുന്ന കുട്ടികൾക്ക് ആശംസാ കാർഡും ബർത്ത്ഡേ ക്യാപ്പും നൽകി ആശംസകൾ അർപ്പിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്നു. ജൂൺ 24 PTA ജനറൽ ബോഡി യോഗം കൂടുകയുണ്ടായി. PTA പ്രസിഡന്റായി ശ്രീമതി സിമി കെ ചെറിയാനെയും MPTA പ്രസിഡന്റായി ശ്രീമതി അബീറ ഗഫൂറിനെയും തിരഞ്ഞെടുത്തു. സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് വഴി ജനാധിപത്യ പ്രക്രിയയിലൂടെ നടത്തുന്ന തിരഞ്ഞെടുപ്പ് രീതിയെക്കുറിച്ച് നേരിട്ടുള്ള അനുഭവം കുട്ടികൾക്ക് ലഭിച്ചു. സ്റ്റാൻഡേർഡ് 7 സൂര്യ കെ രവീന്ദ്രനാണ് സ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ദിനാചരണങ്ങൾ. പരിസ്ഥിതി ദിനാചരണം പഞ്ചായത്ത് തല ഉദ്ഘാടനം ജൂൺ 5 നമ്മുടെ വിദ്യാലയത്തിൽ വെച്ച് നടത്തുകയുണ്ടായി. കാട്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും PTA പ്രസിഡന്റുമായ ശ്രീ ഖമറുദ്ദീൻ VAയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി TV ലത ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർമാരായ ശ്രീ ധനീഷ് ND, ശ്രീ അനീഷ് TS, ശ്രീ EL ജോസ്, ശ്രീ AS ഹൈദ്രോസ്, അസീസി നഴ്സറി പ്രിൻസിപ്പൽ റവറൻഡ് സിസ്റ്റർ തെരേസ് എന്നിവർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. തുടർന്ന് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ബാഡ്ജുകൾ, പോസ്റ്റർ നിർമ്മാണം, വൃക്ഷത്തൈ നടൽ തുടങ്ങിയ പരിപാടികളും നടത്തി. ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് ക്ലാസുകളിൽ ലൈബ്രറി പുസ്തകങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് ഓരോ ക്ലാസുകളിലും റീഡേഴ്സ് കോർണർ സജ്ജമാക്കി. പുസ്തക പരിചയം, പ്രതിജ്ഞ, സന്ദേശം, പോസ്റ്റർ നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി നല്ല രീതിയിൽ കുട്ടികൾക്ക് ഒരു ആഘോഷമാക്കി മാറ്റി. ജൂൺ 26 ബുധനാഴ്ച രാവിലെ അസംബ്ലിയോടെ ലോക ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. ഹെഡ് മിസ്ട്രസ് റെവറൻഡ് സിസ്റ്റർ അൻസ, അധ്യാപക പ്രതിനിധി കുമാരി രേഷ്മ വിൻസെന്റ് എന്നിവർ ലഹരി ഉപയോഗം വരുത്തുന്ന ദോഷങ്ങളെപ്പറ്റി കുട്ടികൾക്ക് സന്ദേശം നൽകി. കൂടാതെ കുട്ടികൾ സ്കൂളിലും സ്കൂൾ പരിസരത്തും കരാഞ്ചറ മിഷൻ ഹോസ്പിറ്റലിലും ലഹരി വിരുദ്ധ മൈം അവതരിപ്പിച്ചു. ലഹരിയുടെ ദോഷവശങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ഇത് ഉപകരിച്ചു. പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഓരോ ദിനാചരണവും വ്യത്യസ്തത പുലർത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തി ആഘോഷിച്ചു. ചാന്ദ്രദിനം, ഹിരോഷിമ ദിനം, സ്വാതന്ത്ര്യദിനം, ഓണം, അധ്യാപക ദിനം, ഓസോൺ ദിനം, ഗാന്ധി ജയന്തി, ശിശുദിനം, ലോക ഭിന്നശേഷി ദിനം, ക്രിസ്തുമസ്, റിപ്പബ്ലിക് ദിനം തുടങ്ങിയ വിവിധ ദിനാചരണങ്ങളോടനുബന്ധിച്ച് മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും കുട്ടികൾ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഈ അധ്യയന വർഷത്തിൽ മാതാപിതാക്കൾക്കായി 2 ഘട്ടങ്ങളിലായി ആന്റി ഡ്രഗ്സ് അവയർനെസ് ക്ലാസ് നൽകുകയുണ്ടായി.
ക്ലാസുകൾ നയിച്ചിരുന്നത് കാട്ടൂർ പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ ശ്രീ ധനീഷ് സാറും ശ്രീ അമൽ സാറും ശ്രീ രമേഷ് സാറും, കരാഞ്ചിറ മിഷൻ ഹോസ്പിറ്റലിലെ പ്രശസ്ത ഡോക്ടറും മോട്ടിവേറ്ററുമായ ഡോക്ടർ ജെം ജേക്കബുമായിരുന്നു. തൃശൂർ ജില്ലയിലെ ഹരിത വിദ്യാലയങ്ങളിൽ ഒന്നായി നമ്മുടെ വിദ്യാലയത്തെ തിരഞ്ഞെടുത്തു. A+ കരസ്ഥമാക്കാനും നമ്മുടെ വിദ്യാലയത്തിന് സാധിച്ചു. അതിൽ നമുക്കേറെ അഭിമാനിക്കാം. കാട്ടൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്ത കേരളം എന്ന ആശയത്തെ മുൻനിർത്തി നമ്മുടെ വിദ്യാലയത്തിലെ ഹരിതസഭാ അംഗങ്ങൾ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ചിത്രീകരിച്ച ഷോർട്ട് ഫിലിമിന് പഞ്ചായത്ത് തല അവതരണത്തിന് 1ാം സ്ഥാനം കരസ്ഥമാക്കാൻ നമ്മുടെ വിദ്യാലയത്തിന് സാധിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് സ്കൂൾ ഇന്നോവേറ്റീവ് മാരത്തോൺ 2047 എന്ന പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ വിദ്യാലയത്തെ പ്രതിനിധീകരിച്ച് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അവരുടെ നേതൃത്വത്തിൽ ആനുകാലിക പ്രാധാന്യമുള്ള സാമൂഹ്യ പ്രശ്നത്തെ കണ്ടെത്തി പ്രശ്നത്തിന്റെ ഉത്ഭവം, കാരണം, പരിഹാര മാർഗങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നീ ഘട്ടങ്ങൾ പൂർത്തീകരിച്ച് സമയബന്ധിതമായി സർക്കാരിൽ സമർപ്പിക്കാൻ നമ്മുടെ വിദ്യാലയത്തിന് സാധിച്ചു. ഈ വർഷം 1ാം ക്ലാസ്സിലെ കുട്ടികൾ അവതരിപ്പിച്ച കഥയരങ്ങ് ഏറെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു പ്രവർത്തനമായിരുന്നു. കുട്ടികളിലെ അന്തർലീനമായ കഴിവുകളെ ചെറുപ്രായത്തിൽ തന്നെ കണ്ടെത്താൻ ഈ പ്രവർത്തനം ഏറെ സഹായിച്ചു. ഓരോ കുട്ടിയുടെയും അവതരണം ആകർഷകവും രസകരവുമായിരുന്നു. ഇത് കുട്ടികളിലെ സർഗാത്മക കഴിവുകൾ വികസിപ്പിക്കാനും ഇടയാക്കി. പാഠഭാഗവുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ പലഹാരമേളയും ഏറെ വൈവിധ്യമുള്ള ഒരു പ്രവർത്തനമായിരുന്നു. പുത്തൻ തലമുറയ്ക്ക് നാടൻ പലഹാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും ഇതേറെ സഹായിച്ചു. ഹെൽത്തി ഫുഡിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെ 3ാം ക്ലാസ്സുകാരുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് അവർ തയ്യാറാക്കിയ ഫ്രൂട്ട് സലാഡ് മേക്കിംഗ് ആക്ടിവിറ്റി വളരെ മികവുറ്റതായിരുന്നു. ഈ അധ്യയന വർഷത്തിലെ പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്നാണ് ബയോഗ്യാസ് പ്ലാൻ. ഇത് അനുവദിച്ചു തന്ന കാട്ടൂർ ഗ്രാമപഞ്ചായത്തിനെ ഏറെ നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഈ പദ്ധതി പ്രാബല്യത്തിൽ വരുത്തുന്നതിനായി മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച കാട്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഖമറുദ്ദീൻ അവർക്ക് പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. പഞ്ചായത്ത് തലത്തിൽ നടത്തിയ വിജ്ഞാനോത്സവത്തിൽ LP വിഭാഗത്തിലും UP വിഭാഗത്തിലും മികച്ച വിജയം കരസ്ഥമാക്കാൻ നമ്മുടെ വിദ്യാലയത്തിന് കഴിഞ്ഞു. LP വിഭാഗത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് നമ്മുടെ വിദ്യാലയത്തിലെ ഔസബ് റയാനാണ്. ജെറോം വർഗീസ്, ആൻവിയോ ഷിബി, അനാമിക KK, ആഗ്ന അനിൽകുമാർ എന്നീ കുട്ടികൾ LP വിഭാഗത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കി. UP വിഭാഗത്തിലെ മുഹമ്മദ് അദ്നാൻ, അച്യുത് നാരായൺ, ഫിദ ഫാത്തിമ MG, നിഹിര അഭിലാഷ് എന്നീ കുട്ടികളെ പഞ്ചായത്ത് തലത്തിൽ നിന്നും മേഖലാ തലത്തിലേക്ക് തിരഞ്ഞെടുത്തു. LSS, USS പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സാധിച്ചു. ഇവാൻ ജോസഫ് ബിജു, അനന്ത് കൃഷ്ണ VA, മുഹമ്മദ് അസ്ലാം PM, അർജുൻ കൃഷ്ണ, പ്രിയനന്ദൻ KS, ആൻമേരി ജോബി, ഏഞ്ചലിൻ TL എന്നിവർ LSSന് അർഹരായി. വൈകാലക്ഷ്മി KS, ഗൗരി കൃഷ്ണ, നവനീത് KP എന്നീ വിദ്യാർത്ഥികൾ USSനും അർഹരായി. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഉപജില്ലാ തലത്തിൽ നടത്തിയ ക്വിസ് കോമ്പറ്റീഷനിൽ പ്രിയനന്ദൻ KS 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഇൻഡോ ശ്രീലങ്ക ഹാർഡ് കപ്പ് കരാട്ടെ കോമ്പറ്റീഷനിൽ ആരോൺ KR 3ാം സ്ഥാനം കരസ്ഥമാക്കി. വിവിധ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ സ്കൂൾ തല മേളകൾ നടത്തുകയുണ്ടായി. നമ്മുടെ കുട്ടികൾ കായിക രംഗത്ത് ഏറെ മുന്നിലാണ്. അവധിക്കാലം മുതൽക്കേ കുട്ടികൾക്ക് ആത്മാർത്ഥമായി പരിശീലനം നൽകുന്ന റോയ്സൺ സാറിനെ ഏറെ സ്നേഹത്തോടെ, നന്ദിയോടെ ഈ സമയം ഓർക്കുന്നു. കുട്ടികളെ റെഡ്, ബ്ലൂ, ഗ്രീൻ എന്നീ ഗ്രൂപ്പുകളാക്കി തിരിച്ചാണ് സ്കൂൾ തല കായികമേള അരങ്ങേറിയത്. മാർച്ച് പാസ്റ്റ് വളരെ മനോഹരമായിരുന്നു. 4 വ്യത്യസ്ത നിറങ്ങളിൽ കുട്ടികൾ നിരന്നപ്പോൾ കായികമേളയ്ക്ക് ഒരു ഉത്സവ ഛായയേകി. ഉപജില്ലാ തലത്തിലും കുട്ടികൾ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടി. LP കിഡീസ് ഗേൾസ് വിഭാഗത്തിൽ റിലേ മത്സരത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി. LP മിനി IDKN 100 മീറ്റർ റേസിൽ 3ാം സ്ഥാനവും കരസ്ഥമാക്കി.
UP വിഭാഗം കിഡീസ് ബോയ്സ് ആൻഡ് ഗേൾസ് ഓവറോൾ ഫസ്റ്റ് കരസ്ഥമാക്കി. UP കിഡീസ് വിഭാഗത്തിൽ സഹ്ലാൻ ടിയേഴ്സ് വ്യക്തിഗത ചാമ്പ്യനായി. UP കിഡീസ് ബോയ്സിൽ ലോങ് ജമ്പിലും 200 മീറ്റർ റേസിലും സഹ്ലാൻ ടിയേഴ്സ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. UP കിഡീസ് വിഭാഗത്തിൽ ബോയ്സ് ആൻഡ് ഗേൾസ് റിലേ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. UP കിഡീസ് ഗേൾസ് വിഭാഗത്തിൽ മെഹന ബീവി 200 മീറ്റർ റേസ് രണ്ടാം സ്ഥാനവും ലോങ് ജമ്പിൽ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. സബ് ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ റിലേ മത്സരത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി. സബ് ജൂനിയർ ഗേൾസ് വിഭാഗം ആദിത്യ KS 200 മീറ്റർ റേസ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി. സബ് ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ അമിത് KJ ഹൈ ജമ്പിൽ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. കുട്ടികളുടെ ശാസ്ത്ര ഗണിതശാസ്ത്ര കലാഭിരുചികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേളകളും യുവജനോത്സവവും സ്കൂൾ തലത്തിൽ നടത്തുകയുണ്ടായി. തുടർന്ന് ഉപജില്ലാ മേളകളിലും പങ്കെടുത്ത് കുട്ടികൾ സമ്മാനാർഹരായി. മാത്സ് LP വിഭാഗം നമ്പർ ചാർട്ട് ആൻവിയോ ഷിബി ഫസ്റ്റ് എ ഗ്രേഡ് കരസ്ഥമാക്കി. UP വിഭാഗം മാത്സ് പസിൽ അശ്വിൻ PS ഫസ്റ്റ് എ ഗ്രേഡും നമ്പർ ചാർട്ട് പവിത്ര സുരേഷ് സെക്കൻഡ് എ ഗ്രേഡും കരസ്ഥമാക്കി. പ്രവൃത്തി പരിചയമേളയിൽ അഗർബത്തി മേക്കിംഗ് UP വിഭാഗം ഫിദ ഫാത്തിമ MG ഫസ്റ്റ് എ ഗ്രേഡ്, ഇലക്ട്രിക് വയറിംഗ് അഭിനവ് KS ഫസ്റ്റ് എ ഗ്രേഡ്, ബീഡ്സ് വർക്ക് മിൻഹ ഫാത്തിമ VS സെക്കൻഡ് എ ഗ്രേഡ്, പാം ലീവ്സ് നസ്രിയ KN സെക്കൻഡ് എ ഗ്രേഡ്, സ്റ്റഫ് ടോയ്സ് ബ്ലെസ്വിൻ KJ തേർഡ് എ ഗ്രേഡ്, വുഡ് വർക്ക് വേദ KV തേർഡ് എ ഗ്രേഡും കരസ്ഥമാക്കി. കൂടാതെ നിരവധി എ ഗ്രേഡുകളും B ഗ്രേഡുകളും കരസ്ഥമാക്കാനും നമ്മുടെ വിദ്യാലയത്തിന് സാധിച്ചു. ലൈബ്രറി, ശാസ്ത്ര ഗണിതശാസ്ത്ര ലാബ്, കമ്പ്യൂട്ടർ ലാബ് എന്നിവ കുട്ടികൾക്കായി പ്രയോജനപ്പെടുത്തുന്നതിൽ ഏറെ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്. ഓരോ ക്ലാസ്സിലും ICT പഠനം സാധ്യമാകും വിധം ലാപ്ടോപ്പ്, TV, പ്രൊജക്ടർ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുന്നു. കുട്ടികൾക്ക് കരാട്ടെ, ഡാൻസ് എന്നിവയിൽ പരിശീലനം നൽകി വരുന്നു. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും നടത്തുന്നു. അധ്യാപകർ തങ്ങളുടെ ക്ലാസ്സിലിരിക്കുന്ന ഓരോ കുട്ടിയുടെയും മാനസിക നില മനസ്സിലാക്കുന്നതിനും ഒപ്പം പേരന്റ്സുമായി സൗഹൃദം പുലർത്തുന്നതിനുമായി ഭവന സന്ദർശനം നടത്തിവരുന്നു. കുട്ടികളിൽ മൂല്യബോധവും സന്മാർഗ ചിന്തയും വളർന്നു വരുവാൻ നമ്മുടെ വിദ്യാലയം ഏറെ ശ്രദ്ധിക്കുന്നു. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലും ആധ്യാത്മികമായി അവരെ വളർത്തുന്നതിലും KCSL, അൽഫോൻസ ഗാർഡൻ എന്നീ സംഘടനകൾ വളരെയധികം പങ്കുവഹിക്കുന്നു. വിശുദ്ധ അൽഫോൻസമ്മയുടെ തിരുനാൾ, ക്രിസ്തുമസ് എന്നിവയോടനുബന്ധിച്ച് സുഹൃത്തുക്കളിൽ വളരുവാനുള്ള പ്രവർത്തനങ്ങൾ നൽകുന്നു. അൽവേർണിയ പ്രൊവിൻസ് തലത്തിൽ നടത്തിയ കാറ്റഗിസം എക്സാമിൽ സ്റ്റാൻഡേർഡ് 7 ഫസ്റ്റ് റാങ്ക് അൽഫോൻസ ജോസഫിനും മോറൽ സയൻസ് എക്സാമിൽ സ്റ്റാൻഡേർഡ് 7 വൈഗാലക്ഷ്മി KSന് സെക്കൻഡ് റാങ്കും കരസ്ഥമാക്കി. കൂടാതെ പ്രൊവിൻസ് തലത്തിൽ UP വിഭാഗം ഓവറോൾ സെക്കൻഡും കരസ്ഥമാക്കാൻ നമ്മുടെ വിദ്യാലയത്തിന് സാധിച്ചു എന്നതിൽ നമുക്കേറെ അഭിമാനിക്കാം. അധ്യാപക രക്ഷാകർതൃ സംഘടന ഏതൊരു വിദ്യാലയത്തിന്റെയും ശക്തി കേന്ദ്രം അവിടുത്തെ അധ്യാപക രക്ഷാകർതൃ സംഘടനയാണല്ലോ. നമ്മുടെ വിദ്യാലയത്തിന്റെ PTA പ്രസിഡന്റ് ശ്രീമതി സിമി K ചെറിയാൻ, MPTA പ്രസിഡന്റ് ശ്രീമതി അബീറ ഗഫൂർ എന്നിവരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി അംഗങ്ങൾ വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചു വരുന്നു എന്നത് ഏറെ അഭിമാനകരവും പ്രശംസനീയവുമായ വസ്തുതയാണ്. വിദ്യാലയത്തിലെ ഏതൊരു പ്രവർത്തനത്തിലും അധ്യാപകർക്കൊപ്പം പ്രസിഡന്റും കമ്മിറ്റി അംഗങ്ങളും ഉണ്ടായിരിക്കും. എല്ലാ പ്രവർത്തനങ്ങളിലും അവരുടെ സഹായ സഹകരണങ്ങളും പ്രോത്സാഹനങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ അവരോടുള്ള ഞങ്ങളുടെ കടപ്പാടും നന്ദിയും അറിയിക്കട്ടെ. പാഠ്യേതര പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് നമ്മുടെ വിദ്യാലയത്തെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹെഡ് മിസ്ട്രസ് റവറൻഡ് സിസ്റ്റർ അൻസ നൽകുന്ന നേതൃത്വം ഏറെ പ്രശംസനീയമാണ്. ഈ സ്കൂളിന് ലഭിക്കുന്ന ഓരോ വിജയത്തിന്റെയും പിന്നിൽ നല്ലവരായ നാട്ടുകാരുടെയും മാതാപിതാക്കളുടെയും സ്കൂൾ മാനേജ്മെന്റിന്റെയും പ്രോത്സാഹനവും സഹായ സഹകരണങ്ങളുമാണ്. എല്ലാവരെയും ഈ വേളയിൽ നന്ദിയോടെ ഓർക്കുന്നു. സർവോപരി ഈ നിമിഷം വരെ സർവേശ്വരൻ വർഷിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നു. ഇത്രയും നേരം ഈ റിപ്പോർട്ട് സശ്രദ്ധം ശ്രവിച്ച എല്ലാവർക്കും നന്ദിയുടെ നറുമലരുകൾ അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പൊതുജന സമക്ഷം സമർപ്പിക്കുന്നു. നന്ദി.